Happy Peanut Butter. Happy Peanut Butter, a healthy source of protein. നാണോ ചളിപ്പോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അത് പിന്നെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് ആക്ടിങ്ങിൽ. ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങുന്നത്, അതിരടി എന്ന് പറയുന്നത്. അന്ന് ഇതിന് കഥയോ ഒന്നുമില്ല. ബേസിൽ ജോസഫിന്റെ ബയോപിക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു കാര്യമില്ല. സിനിമ വരുന്ന സമയത്ത് തള്ളിട്ടിട്ട് ആൾക്കാർ ചോദിക്കും ബേസിലൊന്നും ഉണ്ടായിരുന്ന എന്ത് ചോദിക്കാം എന്നുള്ളതാണ് എന്റെ പ്ലാൻ. ക്ലീൻ മർഡർ. കുറച്ചുമ്പോ സിംഹം സിംഹ ഗുഹയിൽ കിടപ്പിലാവുന്നു ഒരാഴ്ച. എനിക്ക് ഭാര്യയുണ്ട്, എനിക്കൊരു കൊച്ചുണ്ട്. ചെറുതാണെന്നുള്ളത് നോക്കണ്ടല്ലേ. ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഇവര് എഴുതി പൊലിപ്പിച്ച് ഇവന്റെ ക്യാരക്ടറിനെ കളിച്ചിട്ട് നന്നായിട്ട്. ഇവരൊക്കെ കേരളത്തിൽ പഠിച്ച ആൾക്കാർ. മറ്റത് വേറെ പടം, അത് ഹൃദയം. Why did you tell that? Why did you reveal it? അതിരടി തിയേറ്ററിൽ എത്താനിരിക്കുന്നു. ടൊവിനോ തോമസും ബേസിൽ ജോസഫുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. രണ്ടാൾക്കും സ്വാഗതം. നമസ്കാരം. ടൊവിയുടെ കരിയറിലെ പ്രധാനപ്പെട്ട പടമാണ് ഗോദയും മിന്നൽ മുരളി. സീരിയസ് ചോദ്യമാണ്. മിന്നൽ മുരളിയും അത് രണ്ടും ബേസിൽ ജോസഫിലൂടെ എഴുതിയതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഓൺ സ്ക്രീൻ കോംബോ എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഓൾറെഡി ഒരു സോഷ്യൽ ടച്ച് പോയിന്റിലാണ് എല്ലായിടത്തും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഭയങ്കര യാദൃശ്ചികമാണല്ലോ. എനിക്കൊന്ന് കുറേ വർഷം മുമ്പിലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ബേസിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 2026 ഒരു കൈൻഡ് ഓഫ് ഗോദയുടെ പ്രൊമോഷന് നമ്മൾ വൈറ്റ് ഫോർട്ടിന്റെ ലോബിയിൽ എടുത്ത ഇന്റർവ്യൂ ആണ്. ഐസിയുന് വേണ്ടിയിട്ട്. പക്ഷെ അത് ഞാൻ നിങ്ങൾ പോലും ആലോചിക്കാത്ത വിധത്തിൽ അതിനൊരു അല്ലെ അത് സംഭവിക്കുന്ന പറയുന്ന സാധനം അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? നമുക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ചോദ്യം വരും. അതെ. Why did you tell that? Why did you reveal it? അതെ. പക്ഷേ ഇത് രണ്ടുപേരുടെയും എഡ്യൂക്കേഷനിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുണ്ട്. സിനിമ ആ രീതിയിലുള്ള ഒരു ബാക്ക് ഡ്രോപ്പിലാണ് വരുന്നത്. മിന്നൽ മുരളിയുടെ റൈറ്ററാണ് അരുണിൻ്റെ ഡെബ്യൂ ഫിലിമാണ്. അതിൽ ബേസിൽ ടൊവിനോ ഒരു കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്ന സിനിമ വരുന്നു. ബേസിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം. സമീർക്കുണ്ട് പ്രൊഡക്ഷനിൽ. സമീർക്കുണ്ട്. അതെ, മിന്നൽ മുരളിയുടെ ടീമുണ്ട് എന്നുള്ളത്. കാരണം മിന്നൽ മുരളി തിയേറ്ററിൽ എത്തിക്കാൻ പറ്റാത്തത് ശരിക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു ആ സ്കെയിലിൽ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന നിങ്ങളൊരു സങ്കടം കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരു തിയേറ്ററിക്കൽ റിലീസ് കൂടി പോസിബിൾ ആവുന്ന പോലത്തെ ഒരു കൊളാബറേഷൻ അല്ലേ? അങ്ങനെ മിന്നൽ മുരളിക്ക് പകരമാവില്ല അല്ല ഞാൻ പറഞ്ഞ എന്നാൽ പോലും ഒരു നിങ്ങളുടെ ടീം എന്താ വെച്ചാൽ ഇതിനകത്തുള്ള ഭയങ്കര എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സിനിമ മാത്രമല്ല, ഗോദയാണെങ്കിലും മിന്നൽ മുരളി ആണെങ്കിലും ഈ സിനിമയാണെങ്കിലും നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമാണ് സാധാരണ എല്ലാവരും സിനിമയുടെ വിജയവും പരാജയവും അതിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ സംസാരിക്കാറ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെല്ലാം ഒരുമിച്ച് അഭിനയിക്കില്ല, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം നമ്മൾ എല്ലാ ദിവസവും എന്നവണ്ണം നമുക്ക് ആ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കുറേ തമാശയും ഒക്കെ ആയിട്ട് ഓർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു. നമ്മൾ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി ഭയങ്കര എൻജോയബിൾ ആവുന്ന സമയത്ത് നമ്മളൊക്കെ വേറെ മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് വന്നത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഇവിടെയും കഷ്ടപ്പെട്ടാണ് നമ്മൾ പണിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ എന്നുള്ള മൂലമല്ലേ. ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് അതിരടിയിൽ വരെയാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഫണ്ണാണ്. ഒന്ന് കുറേ ആൾക്കാരുണ്ട്, പിന്നെ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്, സുഹൃത്തുക്കളാണ്. കോവിഡിൽ ഏറ്റവും വലിയ ഒരു മലയാളിയിൽ ഏറ്റവും വലിയൊരു സർപ്രൈസ് അല്ലെങ്കിൽ സക്സസ് എലമെൻ്റ് എന്ന് പറയുന്ന ഒരു പടങ്ങളിലൊന്ന് മിന്നൽ മുരളിയായിരുന്നു. അതിനുശേഷമുള്ള ബേസിലിൻ്റെ ജേണി കൂടുതലും ആക്ടർ എന്നുള്ള ജേണിയാണ്. അപ്പോൾ ബേസിലിൻ്റെ അടുത്ത ഡയറക്ഷൻ എപ്പോഴാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു ഓൺ ബാനറിൽ ഒരു പ്രൊഡക്ഷൻ വരുന്നത്. അതിൽ ടോവി വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം നമ്മളെപ്പോഴും ഈ പറയുന്ന പല സമയത്ത് ഇപ്പം മോഹൻലാൽ പ്രിയദർശൻ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നൊരു ഭയങ്കര രസമുള്ളൊരു രണ്ട് പടത്തിലാണെങ്കിൽ പോലും ഒരു 20 പടമൊക്കെ ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നൊരു കോമ്പിനേഷനായിട്ട് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിരടിയിലെത്തുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ മിന്നലിലെ കോ റൈറ്റർ അരുണാണ് ഇതിൻ്റെ ഡയറക്ടർ. ആ സമയത്ത് നമ്മൾ വേറെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ പലതും നടത്തിയായിരുന്നു മിന്നൽ മുരളിക്ക് ശേഷം.
പക്ഷേ ഒന്നും അങ്ങനെ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേസും അങ്ങനത്തെ ഇതിൻ്റെ കോറൈറ്റർ പോൾസണും ഞാനും അരുണും ഒക്കെ കൂടെ ചേർന്നിട്ട് നമ്മൾ 1-2 സിനിമ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമകളൊക്കെ വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ലൈക്ക് നമ്മുടേതായിട്ടുള്ള കാരണങ്ങളല്ലാത്ത കാരണങ്ങളാൽ അത് ഒന്നും നടന്നില്ല. കറക്റ്റ് അല്ലേ പറഞ്ഞത്? തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭയങ്കര കുറച്ചധികം സമയം അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ലൈക്ക് ഈ പറയുന്ന ഭയങ്കര ആസ്പയറിങ് അംബീഷ്യസ് സിനിമകൾ ചെയ്യാൻ പോയതുകൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ട്രോമയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരും എനിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും സിനിമ നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് സമയത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അരുൺ കുറേ ആയിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോഴാണ് അരുണും ഇതുപോലെ നമ്മൾ മുമ്പും ഇതുപോലെ തന്നെ ഒരു മിന്നലിന്റെ സമയത്ത് തന്നെ നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അരുണ് ഡയറക്റ്റ് ചെയ്യാനായിട്ട്. അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിലും ഞാൻ അഭിനയിക്കാൻ എടുത്ത പ്ലാൻ. അപ്പൊ അതും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് 2-3 സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പലതായിട്ടും നടന്നു. പക്ഷെ 3 അതിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോവുകയൊക്കെ ചെയ്തത് ഉള്ള സാഹചര്യത്തിൽ ഇവരങ്ങനെ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യം വന്നപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമ ചെയ്യാം. വെറുതെ വലിയ ഇത് ആലോചിച്ച് നമ്മൾ അതിനുവേണ്ടി സമയം കളയുന്നു, ഒന്നും നടക്കുന്നുമില്ല, ഫിനാൻഷ്യലിയും ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ സംഭവിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങുന്നത് അതിരടി എന്ന് പറയുന്നത്. അന്ന് ഇതിന് കഥയോ ഒന്നുമില്ല. പക്ഷേ അരുൺ ഡയറക്റ്റ് ചെയ്യുന്നു, പോൾസൺ എഴുതുന്നു, ഞാൻ അഭിനയിക്കുന്നു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് സിനിമ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് ഏറ്റവും പറ്റുന്ന രീതിയിൽ. അത് നമ്മൾക്ക് തന്നെ ഇപ്പോൾ വിചാരിച്ചാൽ നടത്താവുന്ന ഒരു പൊസിഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് എന്തായാലും നടക്കട്ടെ, ബാക്കിയൊക്കെ അതിൻ്റേതായ സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു സിനിമയാണ്, ഒരു ഐഡിയ ആണ് ഈ അതിരടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അതിൽ നിന്നൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തുണ്ടാക്കി അങ്ങനെ ആ ഒരു ഐഡിയ വന്ന് സംസാരിച്ച് നമ്മളത് കുഞ്ഞ് ഐഡിയ ആയിട്ട് അതിങ്ങനെ തുടങ്ങി അതിങ്ങനെ വലുതായി അങ്ങനെ ഇരിക്കുന്ന ഒരു സിനാരി വരുമ്പോൾ അപ്പോൾ ആ ഐഡിയയിൽ തന്നെ വിനീതേട്ടനുണ്ട്. അപ്പോൾ വിനീതേട്ടൻ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇന്നാവുന്നു. അപ്പോൾ ഇതെല്ലാം അത് ഓർഗാനിക്കലി അതിങ്ങനെ ഇവോൾവ് ആയി വന്നപ്പോൾ നമുക്ക് 1 കോൾ അവയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ആ സിനിമയുടെ ഭാഗമായിട്ട് നാച്ചുറലി അതിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ അതിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് വേറൊരാളിലായിരുന്നു നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ ടൊവി ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സിനാരിയോ ഒന്നും അവൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഈ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ആദ്യം ഒരു ക്യാമിയോ ആയിരുന്നു. 1-2 ദിവസത്തേക്ക് ആലോചിച്ചെടുത്താണ് ഈ അതെ ഫുൾ ലെങ്ത്തിലേക്ക് ആ മെയിൻ ക്യാരക്ടർ മൊത്തത്തിൽ ഇവനെ കൊണ്ട് തന്നെ എങ്ങനെ. അപ്പോൾ നമ്മൾ പക്ഷെ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിന് ജസ്റ്റിഫയബിൾ ആയിരിക്കണം. കാരണം നമ്മൾ വെറുതെ ബന്ധത്തിന്റെ പുറത്ത് അത് വന്നിട്ട് ചൂഷണം ചെയ്യാൻ പാടില്ല. ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഇവരെ എഴുതി പൊലിപ്പിച്ച് ഇവന്റെ ക്യാരക്ടറെ പൊലിപ്പിക്കുന്ന പറയുന്ന സമയത്തല്ലേ അപ്പുറത്ത് പോയി സങ്കടപ്പെടുന്ന. അതെ പൊലിപ്പിച്ച് അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്ന് പൊലിപ്പിച്ച് ഇവനും മാക്സിമം റെസ്പെക്ട് ആ ബന്ധത്തിനും ഒക്കെ റെസ്പെക്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെ ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് എഴുതി അങ്ങനെ എത്തിച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഓർഗാനിക്കലി ഇവോൾവ് ആയതാണ്. പക്ഷേ ബിക്കോസ് നമ്മളെല്ലാവരും അടുത്തറിയുന്ന ആൾക്കാരായതുകൊണ്ടും ഫ്രണ്ട്സ് ആയതുകൊണ്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ആദ്യം ആരെടുത്താൽ ചെല്ലാൻ പറ്റുന്ന ആളിലേക്ക് നമ്മളത് എത്തുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ചെത്തിക്കുന്നത്. പക്ഷേ കഥയും ക്യാരക്ടേഴ്സും അതങ്ങനെ ആ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരിക്കലും ഫ്രണ്ടിനെ കയറ്റാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെയൊന്നും ഉള്ളൊരു സിനാരിയോ ഇല്ല. എല്ലാം അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ മിന്നൽ മുരളിയുടെ ആ ഒരു തുടർച്ച എന്നുള്ള രീതി തന്നെ ആ ഒരു ടീം ഈ പറയുന്ന സമീർക്ക് അതിൽ അപ്പോൾ ഒരു എക്സിക്യൂഷൻ എനിക്ക് പ്രൊഡക്ഷനിൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ സമീർക്ക് ഇതിൻ്റെ കൂടെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ സമീർക്കയും കൂടെ നിൽക്കാം എന്നൊക്കെ പറയുന്ന പോലെ അതങ്ങനെ വലുതായി വന്നു. അതിലേക്ക് പിന്നെ അനന്തു കോ പ്രൊഡ്യൂസറായിട്ട് ഇൻവോൾവ് ആവുന്നു. അങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് ബേസിക്കലി. അപ്പോൾ അതിൻ്റെ ഒരു സുഖവും രസവും ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സിലുണ്ട്. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴും അതുണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മൾ അങ്ങനെ എപ്പോഴും സംഭവിക്കുന്നതല്ല ഇങ്ങനത്തെ സിനിമകളൊന്നും. നമ്മളത് ഭയങ്കര പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒരു പ്രൊജക്റ്റാക്കി ഉണ്ടാക്കിയാലൊന്നും ഇങ്ങനത്തെ ഒരു സിനിമകളൊന്നും സംഭവിക്കില്ല. ഇതിങ്ങനെ സ്റ്റാർട്ടിങ് ഒരു ഡെസ്പറേഷനിൽ ഒരു ട്രോമ എന്നാണ് തുടങ്ങുന്നത്. ബേസിക്കലി ഈ പറയുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ ഇവൻച്വലി തൊഴിലുറപ്പ് പദ്ധതി നടന്നു. മറ്റേ പദ്ധതി ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ചെയ്യാൻ പോയതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി വിജയകരമായി നമ്മൾ തിയേറ്ററിൽ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും വിൻ വിൻ എന്ന് പറയുന്ന പോലത്തെ സിനാരിയോ തന്നെ. അരുണിനെ കുറിച്ചായിരിക്കും സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. സംസാരിക്കും. അരുൺ പോൾസിനെ കൂടിയിട്ട് ഇവര് ഷൂട്ട് തുടങ്ങിയിട്ട് എത്ര 13 ദിവസം എത്രണ്ട് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം. ആദ്യത്തെ സ്കെഡ്യൂൾ എത്ര ദിവസമായിരുന്നു? 10 ദിവസം 13 ദിവസം 13 ദിവസം ഷൂട്ട് ചെയ്തിട്ട്
ഫുട്ടേജ് കാണിക്കാൻ ഫസ്റ്റ് കട്ട് കാണിച്ചു തരാൻ വെറുതെ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ എക്സ്പെക്ടേഷൻസ് ലോ ആക്കി വെച്ചിട്ട്, കാര്യം വെച്ചാൽ ഫസ്റ്റ് കട്ടാണ്. പക്ഷേ ആ ഫസ്റ്റ് കട്ട് നിങ്ങൾക്ക് എത്ര മിനിറ്റിൻ്റെ ഫുട്ടേജ് ഉണ്ടായിരുന്നു എന്ന് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് 40 ഷൂട്ട് ചെയ്തത്. മിനിറ്റ് 30 മിനിറ്റ് 40 മിനിറ്റ് ഫുട്ടേജ് 13 ദിവസം കൊണ്ട്. അത് തന്നെ ഭയങ്കര അത് ട്രിംഡ് ഒന്നല്ല. പക്ഷെ ഞാനത് അരമണിക്കൂർ ഞാനിരുന്ന് കണ്ട്, ഞാൻ ഫസ്റ്റ് അരുണ്ണം നോക്കിയിട്ട്, എടാ പണി അറിയാലേ, നിനക്കപ്പോൾ ശരിക്കും പണി അറിയാലോ. കാര്യം വെച്ചാൽ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. എനിക്കതൊരു ഫസ്റ്റ് കട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു റഫ് കട്ട് സ്പോട്ട് എഡിറ്റ് പോലെയോ ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സോൾഡ് ആയത്. ഓൾറെഡി ഞാനത് ചെയ്യുന്നു എന്ന് ഉള്ള കാര്യത്തിലൊക്കെ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, പണി അറിയാവുന്ന ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അയാളെ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേവ് ലെങ്ത്തും കൂടെ മാച്ച് ആവുന്ന കാരണം കൊണ്ട് അവൻ പറയണത് എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ സെൻസിബിലിറ്റി എൻ്റെ സെൻസിബിലിറ്റി എവിടെയോ മാച്ച് ആവുന്നുണ്ട്. അതിൻ്റെ ട്രസ്റ്റ് എനിക്ക് അമലിനുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു എനർജി ഉണ്ടല്ലോ. നേരത്തെ പരിചയമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്തെങ്കിലും ആണെങ്കിൽ ചോദിക്കും, എടാ അത് ഇച്ചിരി പ്രശ്നമാണോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനായിട്ട് വിവരമുള്ള ആൾക്കാരും കൂടെ ഉണ്ടാകുന്ന സമയത്ത് സമീർക്കയൊക്കെയാണ് നമ്മളുടെ ക്രിഞ്ച് മീറ്റർ. പുള്ളി അങ്ങനെ ക്രിഞ്ചൊന്നും വകവെച്ച് തരാനുള്ള സാധ്യതയുള്ള ആളല്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അരുൺ കണ്ടിന്യൂ, അരുണും പോൾസനും. അതന്നെ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തന്നെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് കോളേജ് ബാക്ക്ഡ്രോപ്പിലുള്ള ആളുകളാണ്. അതിൽ തന്നെ ബേസിലിന്റെ ഇപ്പോഴും FBയിൽ കിടപ്പുണ്ട്. ബേസിൽ എന്താണ് എഞ്ചിനീയറിംഗ് കോളേജിനെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു അവിടെ ബേസിൽ പങ്കെടുക്കാത്ത പരിപാടികളൊന്നും തന്നെ കുറെ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പ് വരുന്നു. ഉദാഹരണം പറഞ്ഞാൽ കോളേജിലെല്ലാം മറ്റേ ഇത് ടർബൻ കിട്ടിയിട്ട് പോയത് അത് ഇൻഫോസിസിലുള്ള സമയത്ത് ഒരു ദിവസം വെറുതെ എന്തെങ്കിലും കൾച്ചറൽ ഫെസ്റ്റോ അല്ലെങ്കിൽ വല്ല ഹാലോവീനോ ഒക്കെ ആണെങ്കിൽ ഓക്കെ, വെറുതെ ചുമ്മാ ഒരു ദിവസം ടർബൻ കെട്ടിയിട്ടാണ് മുമ്പ് പോയത്. ടർബൻ കെട്ടിട്ട് പോകും, ഒരു തരി താടിയില്ലെന്ന്, താടി മീശൊന്നുമില്ല, അങ്ങനെ ഒരു പഞ്ചാബി നമ്മുടെ മനസ്സിൽ. അല്ല ഒരു ദിവസം എന്താ കരിവാരി തേച്ച് പോയത് എവിടെ? കോളേജിൽ പഠിക്കുമ്പോൾ ഫുൾ കരിവാരി തേച്ചിട്ട്. അതെന്താ ഫെസ്റ്റ് അങ്ങണ്ടായിരുന്നു? അത് അങ്ങനത്തെ ഒരു ഡെമോ വീക്ക് ആയിരുന്നു. നാണോ ചളിപ്പോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അത് പിന്നെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് ആക്ടിങ്ങിൽ. പഞ്ചാബിയായിട്ട് പോയത് എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു പഞ്ചാബി ആയിരുന്നു. അപ്പൊ അവന് ഇതൊന്നും കട്ടണ കാണുമ്പോൾ ഒരു രസം. ഒരു ദിവസം ഞാൻ എനിക്കത് കിട്ടിത്തരും, നമ്മളൊന്നാണ് അങ്ങനെ കളിയിലിരുന്ന് കെട്ടിത്തന്നവരാ. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് ബേസിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അവിടെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അങ്ങനെ തന്നെ ഷോക്കേസ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷെ നമ്മൾ ബേസിലിന്റെ ഈ പറയുന്ന ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാസ് എന്റർടൈൻ. നമ്മളൊരു അതിരടിയൊക്കെ തോട്ട് പ്രോസസ് പോലും വരുന്നത് ആത്മാംശം എലമെന്റ് അല്ലേ, ബയോഗ്രഫിക്കൽ ട്രാക്കിലല്ലേ. അതിന്റെ ക്യാരക്ടറിന്റെ കുറച്ച് ഷെയ്ഡും അതിലൊരു ഇവന്റും ആക്ച്വലി അതിൽ നിന്നാണ് ഇവർ ഒരു കഥയിലേക്ക്, പിന്നെ അവർ കംപ്ലീറ്റ്ലി അതിനെ ഫിക്ഷണലൈസ് ചെയ്തു അവരുടേതായ രീതിയിൽ. അരുണിൻ്റെയും പോൾസൻ്റെയും വേറൊരു രീതിയിലേക്ക് അവർ അതിനെ ഫിക്ഷണലൈസ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എൻട്രി ഐഡിയ മേ ബി ഈ പറയുന്ന കോളേജിൽ നടന്നിട്ടുള്ള ഒരു ഇവൻ്റ് ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ റൊമാൻസ് ട്രാക്കൊക്കെ കൈൻഡ് ഓഫ് വെരി എൻ്റെ കോളേജ് ലൈഫൊക്കെ തന്നെയാണ്. എലിസബത്ത് എൻ്റെ ക്യാരക്ടറാണ് റിയ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. കൈൻഡ് ഓഫ് ഏറെക്കുറെ അത്രക്കില്ല, കുറച്ച് മറ്റേ വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന് പറയുമ്പോൾ ഈ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ നമ്മുടെ കോളേജിൽ അതൊക്കെ ഭയങ്കര ആവേശമൊക്കെ ഉള്ളത്. ഭയങ്കര അക്കാഡമിക് മാത്രമല്ല, CET ഭയങ്കര ഈ പറഞ്ഞ കൾച്ചറൽസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കോളേജാണ്. അപ്പോൾ അവിടുത്തെ ധ്വനി എന്ന് പറയുന്ന കൾച്ചറൽ ഫെസ്റ്റ് ഭയങ്കര ബിഗ് സ്കെയിലിൽ കേരളത്തിൽ അങ്ങോളം സ്റ്റുഡൻറ്റ്, ഈവൻ കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവൻ്റാണ് അവിടുത്തെ. പ്രോ ഷോ, കോൺസേർട്സ്, ഫാഷൻ ഷോസ്, ലൈക്ക് അങ്ങനത്തെ ഇവൻറ്റ്സ് എല്ലാം ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ സമയത്ത്. അല്ലാതെ കുഞ്ഞു പരിപാടി ക്ലാസ്സിൽ കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിക്കലി നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തി എന്ന് പറയുമ്പോഴും അതൊരു ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ലിബർട്ടി ഉണ്ടായിരുന്നു. അറ്റൻഡൻസ് ഒക്കെ കിട്ടണം. പക്ഷേ ഈ പരിപാടിക്കൊക്കെ പോയി അറ്റൻഡൻസും കിട്ടും. കൾച്ചറൽസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾക്ക് പോയ അറ്റൻഡൻസ് കിട്ടും. എന്നാൽ ക്ലാസ്സിൽ കയറാൻ വേണ്ട. അങ്ങനത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ ഒരു ബാലൻസിൽ ഇങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. അതുവരെ ഇങ്ങനെ മറ്റേ 12ാം ക്ലാസ് വരെ ഭയങ്കര പഠിത്തം എന്ന് പറഞ്ഞിട്ട് പ്രഷർ കുക്കറിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ. അവിടെ ഒരു ഭയങ്കര പെട്ടെന്ന് ഒരു ഗവൺമെൻറ് കോളേജിൻ്റേതായിട്ടുള്ള ഫ്രീഡം കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും എല്ലാവരും. അപ്പോൾ അങ്ങനത്തെ ഒരു എൻജോയ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് നമ്മൾ ഇവോൾവ് ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലും അവിടുത്തെ ഈ പറയുന്ന ഇങ്ങനത്തെ വൈബൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിരുന്നു ആ ഒരു കാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് സിനിമയിൽ വന്നിട്ട് അത് തന്നെ വീണ്ടും റീലീവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സിനിമയ്ക്ക് മാത്രം സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. നമുക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രം സംഭവിക്കുന്നതാണ്. അത്
ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത്രയോ വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അതിലേക്ക് എത്തി. നമുക്ക് ഈ കോളേജിൽ അവിടെ പഠിക്കുന്ന ഒരാളായിട്ട് തന്നെ ഓൾറെഡി ഷൂട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ഫിസാറ്റിലാണ്. അപ്പോൾ അത് 10-70 ദിവസം അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ നമ്മൾ വരുന്നു, ഗേറ്റ് ഒക്കെ തുറന്ന് കയറുന്നു, പിള്ളേരെയൊക്കെ തന്നെ കാണുന്നു, ബാഗൊക്കെ തൂക്കി ഇറങ്ങുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളതാവുന്നു. നമ്മൾ വേറെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ ആ സിമിലർ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ പിന്നെ വൈബ് കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും പോകാൻ തോന്നുന്നില്ല, വീട്ടിലോട്ടൊന്നും പോകണ്ടായിരിക്കും. ഇത് കുറച്ച് ദിവസം കൂടെ കമാണ് എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫ്. അത് ആ എക്സൈറ്റ്മെന്റ് ഒന്നും പിന്നെ തിരിച്ചിറങ്ങാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അത് കണ്ടില്ലേ. ഞാനൊന്നും പറയുന്നില്ല, ഇതിന്റെ ഒരു അതർ സൈഡ് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളേജ് ലൈഫിലുണ്ടായിരുന്ന ഒരു പാരലൽസും അതേ സിമിലർ ഒരു സ്പേസിൽ നമുക്ക് ഇവിടെ ചെയ്യാനും പറ്റുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ഇൻ എ ക്രിയേറ്റീവ് സ്പേസ്, എല്ലാ രീതിയിലും അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കോളേജ് ലൈഫിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അരുണിൻ്റെയും പോൾസൻ്റെ ഒക്കെ എല്ലാവരുടെയും കോളേജ് ലൈഫിലെ എക്സ്പീരിയൻസുകളൊക്കെ കൈൻഡ് ഓഫ് സിമിലർ ആയിരിക്കും. ഈ പറയുന്ന പോലെ കേരളത്തിന്റെ പുറത്തുള്ളവർക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഇവരൊക്കെ കേരളത്തിൽ പഠിച്ച ആൾക്കാർ, മറ്റത് വേറെ. അത് വേറെ പടം. അത് ഹൃദയം. ഹൃദയമാണെങ്കിലും തിരക്കിടില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് പ്രേമലു. അടച്ചിരുന്ന മറ്റേ ലാസ്റ്റ് തുറക്കുന്ന മുറിയില്ലേ, അങ്ങനത്തെ മുറി ഉണ്ടായിരുന്നില്ല. ഇടിമുറി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്ത് മുറിയത്? ഞങ്ങൾക്ക് ഇടി കിട്ടുമായിരുന്നു. അങ്ങനെ വെരി ഡിഫറെന്റ് കോളേജ്. നമ്മുടെ സോ കോൾഡ് നമ്മൾ മറ്റേ പോയറ്റിക് ആയിട്ട് കാൽപ്പനികമായി കേരളത്തിലെ സിനിമകളിലൊക്കെ പറയുന്ന ദാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ലൈക്ക് ക്ലാസ്മേറ്റ്സ്, കാറ്റാടി തണലും, അങ്ങനത്തെ ആ മൂഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മരം ചുറ്റി പ്രണയങ്ങൾ, പഞ്ചാരക്കാട് എന്ന് പറഞ്ഞൊരു കാട് തന്നെ ഉണ്ടായിരുന്നു. കാട്ടിലെല്ലാരും പഞ്ചാരയായിട്ട് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാടും മേടും ഒക്കെ. പക്ഷെ അവിടെ പഞ്ചാരക്കാട് ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ പഞ്ചാരക്കാട് ഇപ്പൊ വെട്ടിത്തെളിച്ച് അവിടെ വാഴ നട്ടു. എന്തിനാ കുറച്ച് പഞ്ചാരടി കൂടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ വൈബായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സിനിമകളിലൊക്കെ കാണുന്ന ദാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്. സമരം, സ്ട്രൈക്ക് വിളിക്കുന്നു, ഹോസ്റ്റലില് വെള്ളമില്ല, അന്ന് അവിടുത്തെ ഇത് മോട്ടർ കേടാക്കിയിട്ട് വെള്ളമില്ല എന്ന് പറഞ്ഞ് സ്ട്രൈക്ക് വിളിക്കും. ഇന്ന് പോകാൻ വയ്യേ കോളേജിൽ സ്ട്രൈക്ക് ഓൺ സ്ട്രൈക്ക് എന്തിനാ വാട്ടർ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു കാര്യമില്ല. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ സമരം ചെയ്യുന്നു. ഏതോ കോളേജിൽ ഏതോ ഒരുത്തിന് എന്തിനോ അടി കിട്ടിയതിന് നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ മറ്റേ കോളേജിലെ അവന് എന്തിനോ അടി കിട്ടിയതിന് ഞങ്ങൾ സ്ട്രൈക്ക് വിളിക്കുന്നു. ഇവന്മാരൊക്കെ കൂടിയിട്ടാണ് ഈ സ്ട്രൈക്കിന്റെ ഒക്കെ വില കളഞ്ഞല്ലേ. അതിന്റെ സതുദ്ദേശത്തിന് സതുദ്ദേശം. ശരിക്കും നിങ്ങളുടെ ഒരു ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീൻ കെമിസ്ട്രി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു സിനിമയിൽ വന്ന സമയം മുതൽ രണ്ടുപേരെയും ഇന്റർവ്യൂവിൽ എല്ലാവരും കാണുന്ന സമയത്ത് തോന്നിയ സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു ഈഗോ ഇല്ലാതെ ഇരിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ഒരു ഇടർച്ച അകൽച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അല്ല, തല്ലുകൂടുന്നതിന് അപ്പുറത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നിങ്ങൾക്കിടയിൽ ഒരു റാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഗോദ, മിന്നൽ മുരളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഗിവ് ആൻഡ് ടേക്ക് വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതാണല്ലോ ആളുകൾക്ക് നിങ്ങളൊരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഓൺ സ്ക്രീനിൽ കാണാനും. ബേസിൽ ഒരു ഡയറക്ടോറിയൽ പാർട്ട് എന്ന ആക്ടറായി വരുമ്പോഴും നിങ്ങളുടെ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി ചിലപ്പം ആളുകൾ വെയിറ്റ് ചെയ്യുന്നതിന് മുന്നിലുണ്ടല്ലോ. അതായത് ഈ ഓഫ് സ്ക്രീനിലെ ഞങ്ങള് സുഹൃത്തുക്കളാണ്, അത് ഏതൊരു സുഹൃത്തുക്കളെയും പോലെ സുഹൃത്തുക്കളാണ്. പക്ഷെ ചില നേരത്തൊക്കെ നമുക്കും ഭ്രാന്ത് വരും. ഞാനും ഭാര്യയും മക്കളൊക്കെ പോകും, ബേസിൽ വന്നില്ലേ, അവൻ എന്താ മൂത്ത മോനാ, നല്ലയിടത്തേക്ക് പോകുമ്പോൾ അവനെ കൊണ്ടുപോകാനായിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കും. എയർപോർട്ടിലൊക്കെ നമ്മള് ടൊവിനോ ഇല്ലേ, നമ്മള് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ ടൊവിനോ ടൂറിന് വന്നില്ലേ, ഞാനെന്തിനാ ഇവന്റെ ഫാമിലി ടൊവിനോ എന്ത് പറയുന്നു. ഞങ്ങൾ അത് കാരണം കൊണ്ട് സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ, ഞങ്ങള് പബ്ലിക് ഇന്ററാക്ഷൻ കുറച്ചു. അതായത് ഞങ്ങൾ പറയുന്നതൊക്കെ അത് ആൾക്കാർ പറഞ്ഞ ഒരു ക്രിഞ്ച് ലെവലിലേക്ക് എത്തി നോക്കിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കടാ നിർത്തിക്കോട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും വല്ല ലവ് ചിഹ്നവും തീ ചിഹ്നവും കിട്ടാൻ വേണ്ടി വലിയ കമന്റിലുള്ള പരിപാടി ഒന്നും വേണ്ട. ആൾക്കാർ അതിനെ നമ്മൾ പറയുന്നതിനെ കുറച്ച് പേരും ഇങ്ങനെ കൂട്ടി പറഞ്ഞ് അതിനെ എന്താ പറയാ ഓവർ യൂസ് ചെയ്തിട്ട് അതിന്റെ ഭംഗികളെ. അത് കാരണം കൊണ്ട് നമ്മളിപ്പോ മറ്റേ തീച്ചിഹ്നം ഇത് അതൊക്കെ ഇടണുള്ളൂ. ഇപ്പൊ നീ ഇടയായിട്ട് ഹാർട്ടാന്ന് തോന്നുന്നു, അതാണ് ഫസ്റ്റ് കിടക്കണ സ്മൈലി. അപ്പൊ അത് ഹാർട്ട് ചുമപ്പ് ഈസി അല്ലേ. ടൊവിയുടെ ക്യാരക്ടറിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നേരത്തെ ഇങ്ങനൊരു ഇതിൽ ചെയ്തിട്ടില്ലല്ലോ. ഒരു ഭയങ്കര തിൻ ലെയർ എലമെന്റ് ഉള്ളൊരു ക്യാരക്ടർ പോലെയാണല്ലോ. അത് പാളിയാൽ പാളി സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണല്ലോ. സ്ലാങ് ട്രിവാൻഡ്രം സ്ലാങ് ആണ്, അങ്ങനെ ഒരു സംഗതി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിങ് എങ്ങനെയായിരുന്നു? ഒരു ഈസി ടു കൺവേ, അതായത് ഇവർ പറഞ്ഞപ്പോൾ തന്നെ
റെഡി. ഇല്ല, എനിക്കെന്താ വെച്ചാൽ ഈ പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തോന്നി. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സമയമെടുത്ത് ചിന്തിച്ച് ഇവരൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ, കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ, വർക്കാവില്ലേ എന്നൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. പിന്നെന്താ വെച്ചാൽ അരുൺ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള അസോസിയേറ്റ് ആയിട്ടുള്ള സോഹിൽ ട്രിവാൻഡ്രത്തു നിന്നാണ്. പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആര്യൻ, അവൻ തിരുവനന്തപുരത്തു നിന്നാണ്. പിന്നെ ഇതിനകത്ത് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, ഗ്യാങ്. അപ്പോൾ അവര് അതിൽ സോനുവിൻ്റെ ഞാനെന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് അവിടുത്തെ മോഡുലേഷനും സ്ലാങ് മാത്രമല്ല മോഡുലേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് ആ സ്ലാങ് വരിക. ഇപ്പോൾ തൃശ്ശൂർ സ്ലാങ് തന്നെ പലതരം ഉണ്ട്. തൃശ്ശൂർ ഒന്ന്, ഇരിങ്ങാലക്കുട ഒന്ന്, കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വേറെ ഒന്നാവും. അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ സ്ലാങ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ സോനു എന്നെ കൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് മേടിച്ച് ഞാൻ കേട്ട് പഠിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ തന്നെയാണ് കൂടെ ഉള്ളത്. ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവരാണ് കൂടുതൽ. അപ്പോൾ അത് നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് ആൾക്കാർ അറിയേണ്ട കാര്യമില്ല. ഓൺ സ്ക്രീനിൽ നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ സ്ലാങ്ങിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രംകാരാണ്, അവർ അപ്രൂവ് ചെയ്തു. ഇതിനകത്തുള്ള വർക്ക് ചെയ്തേക്കുന്ന കുറേ പേരും ട്രിവാൻഡ്രംകാരാണ്, അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവരത് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ കോൺഫിഡൻസ് ഇങ്ങനെ കയറി വരുമല്ലോ ഓരോ ദിവസം കഴിയുമ്പോൾ. ഇവന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അരുണിന്റെ ഭയങ്കര പീക്ക് കംഫർട്ട് സോൺ ക്യാരക്ടറൈസേഷൻ ആണ് അരുൺ ഡയറക്ടറിന്റെ. ഇപ്പൊ പടയോട്ടത്തില് രഘുവണ്ണനും അങ്ങനത്തെ ഗ്യാങ് ഒക്കെ ഭയങ്കര അതെ വന്ന ട്രിവാൻഡ്രം ലോക്കൽ അതെ. അപ്പൊ അത് അരുണിന്റെ ഭയങ്കര കൺവിക്ഷൻ ഉള്ള ഒരു ഏരിയ ആണിത്, ഈ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ അതിലുണ്ടാകുന്ന ഐറണിയും അതിലുള്ള കോമഡികൾ എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു ഗ്യാങ്സ്റ്റർ കോമഡി എന്നൊക്കെ പറയുന്നത് അവന്റെ ഭയങ്കര കംഫർട്ട് സോൺ ഏരിയ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇവന്റെ ക്യാരക്ടറിൽ അത് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ അരുണിന് ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു ഈ ശ്രീകുട്ടൻ വെള്ളയാണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചുള്ള ക്ലാരിറ്റി. ഭയങ്കര ഡിസ്ക്രിപ്ഷനും നല്ലതായിരുന്നു, എനിക്ക് കിട്ടിയ ഡിസ്ക്രിപ്ഷൻ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. അപ്പോൾ അതിന്റെ മീറ്ററും ഒക്കെ അവൻ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു. ആദ്യം മുതലേ നമ്മുടെ സംസാരിക്കുമ്പോഴൊക്കെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമഡി ആണോ അങ്ങനെ ഒരു മീറ്ററിലാണ് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവൻ പെർഫോം ചെയ്ത് വരുമ്പോഴും നമുക്കത് കൊള്ളാം. ഭയങ്കര ആദ്യത്തെ ലുക്കിൽ തന്നെ നമുക്കത് സെറ്റായി. ആ ഒരു കണ്ണടയൊക്കെ വെച്ച് നല്ല ചെറിയ ഗ്രേ ഹെയർ ആയിട്ടുള്ള താടിയൊക്കെ ആയിട്ട് മാന്യനായിട്ട് ഇങ്ങനെ വന്ന് ചന്ദനക്കുറിയൊക്കെ എടുത്ത് ഇട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നിടത്ത് തന്നെ ലുക്കിൽ തന്നെ അതങ്ങ് സെറ്റായി. പിന്നെ അതിലങ്ങ് പിടിച്ചങ്ങ് കയറിയാൽ മതി. അത് കറക്റ്റായിട്ട് അങ്ങനെ കയറി അതങ്ങ് പോയായിരുന്നു. ഈ ആക്ടർ ഡയറക്ടർ ഷിഫ്റ്റ് വരുന്ന സമയത്തെ ആക്ഷൻ എന്ന് പറഞ്ഞത് കൈൻഡ് ഓഫ് റോ ആവുമല്ലോ. ഇപ്പം നമ്മളെപ്പോഴും കൊറിയോഗ്രാഫി ഉണ്ട്, സേഫ് മെക്കാനിസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇടിയും ഒക്കെ കിട്ടുന്നത്. ഇതിൽ ശരിക്കും നിങ്ങൾ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം മറ്റേ ക്യാമറയ്ക്ക് മുന്നിൽ അടി കൂടുന്ന പടം കൂടിയാണല്ലോ. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ കൊണ്ടും കൊടുത്തും. അങ്ങോട്ട് അധികം കൊണ്ടിട്ടൊന്നുമില്ല. നീ പറ, എന്റെ ടൈമിങ് എപ്പോഴെങ്കിലും തെറ്റിയിട്ടുണ്ടോ നിനക്ക്? എപ്പോഴാണ് നിനക്ക് ഇടി കിട്ടിയത്? നീ ആ ചാടി വീണപ്പോഴൊക്കെ ഭയങ്കര വേദന എടുത്തു. ഞാൻ സീരിയസ് ആവും. ഒരു പരിധി കൂടുതൽ എനിക്ക് ടൈമിംഗ് തെറ്റിക്കാൻ പറ്റില്ല. കാരണം നാളെ ഇവൻ ടൈമിംഗ് തെറ്റിന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചിടി കിട്ടിയ ഇവന്റെ മസിലും എന്റെ മസിലും തമ്മിൽ വ്യത്യാസമുണ്ട്. വേദന കൂടുതൽ എനിക്കായിരിക്കും എത്ര അങ്ങോട്ട് കൊടുത്താലും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പരിധി വിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മീറ്ററിലൊക്കെ തന്നെ പോയി. പക്ഷെ നമ്മൾ അങ്ങനെ ഒരുപാട് അടി കൂടുന്നില്ല ബേസിക്കലി സിനിമയിൽ. അങ്ങനെ അടി എന്ന് പറയുന്നത് അടിയല്ല ബേസിക്കലി, മോർ ഓഫ് ലൈക്ക് ടെൻഷനാണ്, ഈഗോ ആണ് ബേസിക്കലി. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു അടിപ്പടം അടി അങ്ങനത്തെ ഒരു പേര് അതിരടി എന്നാണെങ്കിലും ആ അടി കുറവാണ് ബേസിക്കലി. അതിരടി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നൊക്കെ പറയണ പോലത്തെ ആ അതിരടിയാണ് ബേസിക്കലി. പക്ഷെ അടിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ തന്നെയാണ് അടി കൂടുന്നത്. അതാണ് ഇതിന്റെ കോമഡി. വിനീതേട്ടനും ഞാനും ഇവനും ഷാനിക്കും അത് പറഞ്ഞില്ല. ഇപ്പം ഇതിന്റെ ഒരു നമ്മളിപ്പോൾ ക്യാമ്പസ് പടം എന്ന് പറയുമ്പോൾ സർവകലാശാല ക്ലാസ്മേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇമോഷണൽ ലെയറിലാണ് കാര്യമായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ പോലെയാണല്ലോ. അപ്പോൾ ഒരു കോളേജ് വൈബ് ഉണ്ട് അതിലേക്ക്. ഇപ്പം വിനീതിന്റെ ഷാനിന്റെയും ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ഒരു തിയേറ്ററിക്കൽ എന്റർടൈനർ ഫോർമാറ്റിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് ആളുകൾ ഭയങ്കര ഏറ്റവും ടഫാണ് ഹ്യൂമറിൽ തിയേറ്ററിൽ ഒരു കണ്ടന്റ് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഹ്യൂമർ പടം ഉണ്ടാക്കാനാണ് ഏറ്റവും പാട് എന്ന് പറയുന്നൊരു സമയത്താണല്ലോ ഹ്യൂമറിനെ പ്ലേസ് ചെയ്തിട്ടൊരു സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, അത് നമ്മൾ ഈ ബേസിക്കലി ഇവരെല്ലാവരും ആ ഹ്യൂമറിൽ ഭയങ്കരമായിട്ട് ലൈക്ക് ഭയങ്കര കൈയുള്ള ആൾക്കാരാണ് ബേസിക്കലി. അരുണാണെങ്കിലും പോൾസൺ ആണെങ്കിലും
എനിക്കും എൻ്റെയും സിനിമകൾക്ക് ഹ്യൂമർ ഉണ്ട്, ഇവനും ഹ്യൂമർ നന്നായിട്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ ആ സെൻസിബിലിറ്റി നമ്മളെല്ലാവരും ഭയങ്കര അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇതെല്ലാവരും ഈസിലി കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ് കുറച്ചുകൂടെ. അപ്പോൾ ഇതിൻ്റെ മീറ്ററും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാൻഡ് ആവാൻ കുറച്ച് പെട്ടെന്നൊരു ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് വളരെ പരിചയമൊന്നും ഇല്ലാത്തൊരു ഡയറക്ടർ വന്നിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞൊരു കഥയിൽ അയാളുടെ മീറ്ററിലേക്ക് നമ്മൾ എത്തുക എന്നൊക്കെ പറയണതിനൊക്കെ ഒരു സമയമെടുക്കും. ചിലപ്പോൾ അത് ലാൻഡ് ആവാം, ചിലപ്പോൾ അത് ലാൻഡ് ആവാതിരിക്കാം. നമുക്ക് ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ചിലപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ ഒന്ന് ഒതുക്കാൻ നോക്കുമായിരിക്കാം, നമ്മുടെ മീറ്ററിനെ നമ്മളൊന്ന് കുറച്ചൊന്ന് ഒന്ന് സേഫ് പ്ലേ ചെയ്യാനൊക്കെ നോക്കുമായിരിക്കാം. പക്ഷെ അത് നമ്മൾ അതല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ നമുക്ക് 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 ലൂസായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ലൗഡായിട്ട് തന്നെ പിടിക്കാം, നമ്മുടെ കയ്യിലാണല്ലോ കൺട്രോൾ എല്ലാം. ഇനിയിപ്പോൾ അത് വർക്കായില്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെയാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വീണ്ടും ഒന്നുകൂടെ എടുക്കാമല്ലോ. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കിത് വൃത്തിയായിട്ടൊരു സിനിമ ചെയ്യാം. ബാക്കിയൊക്കെ പിന്നെ കുറച്ച് കാശ് അങ്ങോട്ട് കുറച്ച് ചിലപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് കാശ് കൂടി പോയാലും കുഴപ്പമില്ല, നല്ല പടം ഉണ്ടാക്കിയ കാശൊക്കെ കിട്ടും. പടം നന്നാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ലൈക്ക് എൻഡ് ഓഫ് ദ ഡേ അതാണ് ഇമ്പോർട്ടൻറ്റ്. കുറേ നാളായിട്ട് തമ്മിൽ കണ്ടിട്ട് നമ്മൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും കാര്യം പറഞ്ഞു, സുഹൃത്തുക്കളായിട്ട് എന്തോ സാധനം നമ്മൾക്കൊക്കെ കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മാത്രമല്ലല്ലോ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം റൂമിലിരുന്നിട്ടും നമ്മൾ ഇതുപോലെ ചളിയൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പറഞ്ഞൊരു ചളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. അത് പറഞ്ഞ വഴിക്ക് ചിരി പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ തമാശനെ കൊല്ലേണ്ടി വരുന്നില്ല. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് അത് കഴിഞ്ഞ ദിവസം ഇവൻ മറ്റേ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ കെനിയക്ക് ട്രിപ്പ് പോകാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. എന്നോട് വരണ്ടോ വെറുതെ ചോദിച്ചാ, ഞാൻ വരാന്നും പറഞ്ഞു. അതോടെ ഇവൻ പെട്ടു, നീ വരുന്നുണ്ടോ പുല്ല്, ഞാൻ വെറുതെ ചോദിച്ചു. അപ്പൊ അന്നേരം ഇവൻ പറയാണ്, അവൻ അവിടെ പോയിട്ട് നിന്നെ ആകുമ്പോൾ എനിക്ക് സീക്രട്ട് ആയിട്ട് കെനിയയിലാകുമ്പോൾ നിന്നെ എവിടെയെങ്കിലും സിംഹത്തിന് തള്ളിയിട്ട് കൊന്നുകളയാ. സിംഹത്തിന് തള്ളിയിട്ട് കൊടുത്തിട്ടേ കണ്ടില്ലാന്ന് പറയുള്ളൂ. കാണാനില്ലല്ലോ, സിംഹം തിന്നട്ടെ. പിന്നെ ആലോചിച്ചിട്ട് പറയാം, അയ്യോ ഇവനെ തിന്നിട്ട് സിംഹത്തിന് വല്ല ഫുഡ് പോയിസണും വന്ന് സിംഹം ഒരാഴ്ച ലൂസ് മോഷൻ പിടിച്ച് വല്ല കിടപ്പിലായ പാവാ സിംഹത്തിന് ഉപദ്രവിക്കണ്ട. അപ്പൊ നമുക്ക് വേറെ വല്ല രീതിയിൽ നിന്നെ കൊല്ലാം, വേറെ എന്തെങ്കിലും ആലോചിക്കട്ടെ. ആ കോമഡിയൊക്കെ ഇത് കേട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കും. നാട്ടുകാർക്ക് ചിരി വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ചിരി വരും. എന്നെ കഴിച്ചിട്ട് സിംഹത്തിന് ഫുഡ് പോയിസൺ വന്ന് സിംഹം ലൂസ് മോഷൻ കിടക്കണ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇവനോട് പറയുമ്പോൾ ഇവൻ എന്നോട് പറയുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഗ്രാമർ കറക്റ്റ് ആണോ, ഇതിൽ ഒരു ഇന്റലക്ച്വൽ തലങ്ങളുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കണില്ല. ഇവൻ ഇത് പറയുന്ന സമയത്ത് അതായത് നമ്മളെ ആക്ച്വലി നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. ഞാൻ സിംഹം വരുന്ന സമയത്ത് തള്ളിയിട്ടിട്ട് ആൾക്കാർ ചോദിക്കും ബേസിലൊന്നുണ്ടായിരുന്ന എന്ത് ചോദിക്കാം എന്നുള്ളതാണ് എന്റെ പ്ലാൻ. ക്ലീൻ മർഡർ. സിംഹം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഹം വന്ന് അവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാണെന്നുള്ളതാണ്. സിംഹം ഇരുന്ന് ഇങ്ങനെ തിന്നുന്നു, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചുമ്പോ സിംഹം ഇങ്ങനെ ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടാൾക്കെന്നുള്ളതാണ്. എന്നിട്ട് സിംഹം ഗുഹയിൽ കിടപ്പിലാവുന്നു, ഒരാഴ്ച പുറത്തു വരുന്നില്ല. വയ്യ. ഇതൊരു ഉദാത്തമായ തമാശയോ അയ്യേ ചളി എന്നൊക്കെ ആൾക്കാർ പറയാം. അതെ ആണ്, പക്ഷെ എനിക്കതിൽ ചിരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ മനസ്സിന്റെ നൈർമല്യം കൊണ്ടായിരിക്കും ചിലപ്പോ. അതുകൊണ്ട് മർഡർ പ്ലാൻ മാറ്റി, സിംഹത്തിന് ഓർത്തിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ളൊരു അതിരടിയുടെ പ്ലാനിങ്ങിന് മുമ്പുള്ളൊരു അനൗൺസ്മെന്റ് പോലെയായിരുന്നു ബേസിൽ കുറച്ചാൽ അഭിനയം നിർത്തുകയാണെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു അഭിനയമായിരുന്നു. ശരിക്കും അതിരടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും അല്ലെങ്കിൽ ഫിസിക്ക് ഈ പറഞ്ഞ ബാക്ക് ടു കോളേജിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനും ഭയങ്കര അങ്ങനെ ഒരു പടത്തിന് ടൈം ആക്ടർ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ടല്ല അല്ലേ? ടിപ്സ് സിംഹത്തിന് പറ്റിയത് അങ്ങനെ ഇല്ല. ആ മരണമാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റിലീസ് എന്ന് പറയുന്നത്, ഒരു മെയിൻ ലീഡ് റോൾ റിലീസ് എന്ന് പറയുന്നത് അതിരടിയാണ്. ഒരു വർഷമായി, കഴിഞ്ഞ ഏപ്രിലായിരുന്നു മരണമാസം. അപ്പോൾ ഒരു വർഷത്തിന്റെ മേലെയായി ആക്ച്വലി. അപ്പൊ അത് പ്രൊഡ്യൂസർ കൂടിയാണ് ഇരിക്കുന്നത്. അതെ. അപ്പോ അത് ഈ സിനിമയ്ക്ക് അത് ഭയങ്കര ആവശ്യമുണ്ടെന്നുള്ളത്. എഗെയിൻ കമ്മിങ് ബാക്ക് ടു അരുണിന്റെ പടം, നമ്മൾ അത്രയും ക്ലോസ് സർക്യൂട്ടിലുണ്ടായിരുന്ന ആൾക്കാർ. അപ്പം ഇനി അതിൻ്റെ ഇടയിൽ ഇനി വേറൊന്നും ഈ സിനിമയ്ക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എനിക്കും അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാം. ഈ സിനിമയ്ക്ക് ആ റോളിനും ആ ക്യാരക്ടർ വർക്കാവുമ്പോൾ ഉണ്ടാകുന്ന അതിനുള്ളൊരു സ്പേസ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം ജസ്റ്റിസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആസ് ആൻ ആക്ടർ ഇപ്പോൾ ഈ ഒരു പോയിന്റ് എത്തി. ഇനി അതിനെ നമ്മൾ അടുത്തതിലേക്ക് എന്താണ്, എങ്ങനെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കൂടുതൽ
എങ്ങനെ അതിൽ നിന്ന് റിവാർഡ് വരാം, നമുക്കതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനും മാറുന്നു. ഈ പറയുന്ന ഇപ്പോൾ പൊന്മാനും അല്ലെങ്കിൽ സൂക്ഷ്മ അങ്ങനത്തെ സിനിമകളൊക്കെ വന്നതിൻ്റെയൊക്കെ ഒരു ബാഗേജും ഉണ്ട്. ഇൻ അനദർ വേ അത് ഇറ്റ്സ് ആൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഓൾസോ. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം വരുമ്പോൾ ഇനി ഇതിനൊന്നും ഒരു ബാക്കോട്ട് പോകാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഇതിൽ നിന്ന് എന്താണ് അടുത്തതിൽ നിന്നുള്ളൊരു സ്പേസിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കോളേജ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു കോളേജിൽ പഠിക്കുന്ന പ്രായമല്ല, അതിലൊരു സംശയമില്ല. ആൾക്കാർക്ക് അറിയാം എനിക്ക് ഭാര്യയുണ്ട്, എനിക്കൊരു കൊച്ചുണ്ട്, എല്ലാ നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയക്കുള്ള ഇത്രയുള്ള പണ്ടൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെറുതെ ക്ലീൻ ഷേവ് ചെയ്ത് വന്നിട്ട് കോളേജ് പയ്യനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതിന് നമ്മൾ അതിന്റെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം വേണമെങ്കിൽ പൈസ കൊടുത്ത് എന്തും നേടാം. പക്ഷെ ഇത് നമ്മൾ തന്നെ പണിയെടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതിനപ്പോൾ കുറച്ചധികം സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ വേറെ അഭിനയം ബാക്കിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്പേസിലേക്ക് വന്ന് ഒരു 8-10 മാസം ഇതിനു വേണ്ടി തന്നെ ഫാസ്റ്റിങ്ങും പറയുന്ന വർക്കൗട്ടും ഡെയിലി 1-2 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്നിട്ട് മാക്സിമം ഇതിനെ ജസ്റ്റിസ് ലൈക്ക് അവർ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് നമ്മൾ എങ്ങനെ നമ്മളുടെ മൊത്തത്തിലുള്ള ആ ഒരു ബോഡി ലാംഗ്വേജിലും എല്ലാത്തിലും നമുക്ക് ഇതിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എത്തിക്കുക എന്ന് പറയുന്ന ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിനറൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ അതിനുവേണ്ടി തന്നെ ഡെയിലി ഇതിനുവേണ്ടി തന്നെ സമയം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് അതിലേക്ക് എത്തിയത്. അപ്പോൾ അതങ്ങനെ ഇവൻച്വലി അതിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവൻ്റെ ക്യാരക്ടർ ആ ലുക്ക് എല്ലാം കറക്റ്റായിട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് അതങ്ങ് അതിപ്പിടിച്ചാൽ കയറിയാൽ മതി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് എത്തി, നമ്മൾ ആ ഫസ്റ്റ് ലുക്ക് ട്രയലൊക്കെ ചെയ്യുന്ന ദിവസം ആ ഒരു ലുക്കിൽ അവിടെ വന്നിങ്ങനെ അങ്ങനെ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അങ്ങനെ വന്നിങ്ങനെ നിന്നപ്പോൾ എല്ലാവരും ലൈക്ക് ഹേ കോളേജ് പയ്യനായിട്ട് തന്നെ അത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നല്ലോ. ഈ പണിയെടുത്തതിനൊക്കെ ഒരു വെറുതെ ആവരുത് തോന്നുന്നു, പണിയെടുത്ത് നമ്മൾ ഒരു പോയിന്റിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു ഭയങ്കര ഫയർ ഉണ്ടാവുമല്ലോ. അത് ലൈക്ക് പേ ഓഫ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അടുത്ത ഇതിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ബോഡി ലാംഗ്വേജും മസിലൊക്കെ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വെച്ച് ക്യാരക്ടറിനെ അങ്ങനെ ബിൽഡ് ചെയ്ത് അതിലൊരു വേറൊരു ഇതിലേക്ക് എത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്തുകൊണ്ടും നമ്മളെല്ലാവരും ഇതിനെ മുമ്പും കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അത് ഒരിക്കലെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മുടെ ഒരു വേസ്റ്റ് ലൈൻ 1 ഇഞ്ച് കുറയണമെങ്കിൽ ഇതിന്റെ എത്ര ഇഞ്ച് കുറഞ്ഞു? ഇഞ്ചൊന്നും നോക്കിയില്ല. പാന്റിന്റെ അളവ് 28, 34 ആയിരുന്നു. 34 ആയിരുന്നു, 28. 6 ഇഞ്ച് വേസ്റ്റ് കുറയണമെങ്കിൽ മാത്രമല്ല, നമുക്ക് നല്ല പണിയാണിത്. 1 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. അപ്പോഴാണ് എത്ര കിലോ ആണ് ഇതിന്റെ മൊത്തം കുറഞ്ഞത്? മൊത്തം ഫസ്റ്റ് 15 കിലോ മൊത്തം. ഇപ്പൊ 60 കിലോ ആണ് എന്റെ വെയിറ്റ്. അത് പൊന്മാന് ശേഷം ഇല്ല 8 കിലോ. പൊന്മാൻ 68 ആയിരുന്നു, ഇപ്പൊ 60 എന്ന് പറയുന്ന പോലത്തെ സ്പേസിലേക്ക്. പക്ഷെ അത് അങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ടാ കുറച്ചത്. അങ്ങനെ ഭയങ്കര പട്ടിണി കിടന്ന് കുറയ്ക്കാൻ ചെയ്താൽ തിരിച്ച് വീണ്ടും വരും. സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും വീണ്ടും പഴമല്ലോ. അങ്ങനെ അല്ലാതെ വർക്കൗട്ടൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ഫാസ്റ്റിംഗ് ഡയറ്റ് നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ രീതിയിലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഉറക്കം, അങ്ങനെ ഒരുപാട് സ്ട്രെസ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള കോൺഫിഡൻസ് മാറുന്നു, അതെല്ലാം മാറും. ഭയങ്കര ലൈഫ് ചേഞ്ചിങ് തന്നെയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് പാർട്ട് ഓഫ് മൈ ലൈഫ് തന്നെ ഒരു 2 വർഷം ഇതിനു വേണ്ടി 1.5 വർഷം ഇതിനു വേണ്ടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ്, ലൈക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിനു വേണ്ടി ഇൻവോൾവ് ആയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾക്കൊക്കെ അങ്ങനത്തെ ഒരു എഫേർട്ട് ഇടാറുണ്ട് എപ്പോഴും. നമ്മൾ ലൈക്ക് അതിനുവേണ്ടി മരിച്ചു നിൽക്കും. എന്തെങ്കിലും ഇത് സിനിമ ഒന്ന് എത്തണ വരെ ലൈക്ക് നമുക്കിതൊരു കാഷ്വൽ എന്തെങ്കിലുമൊക്കെ ആട്ടെ അങ്ങനത്തെ ഒരു ഇതല്ല. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ആത്മാർത്ഥത കൂടുതലുണ്ട് എന്ത് ചെയ്യുമ്പോഴും. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിരടിക്കും ഉണ്ടായിട്ടുണ്ട്. ഇച്ചിരി ആത്മാർത്ഥത കൂടുതൽ തന്നെ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ അത് പേ ഓഫ് ചെയ്ത് വരുന്നു എന്നുള്ളത് ഇവൻച്വലി മെല്ലെ അതെത്തുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ആ സന്തോഷത്തിന് വേണ്ടിയാണ്. ആ താടി നരപ്പിക്കാനും മുടി ഒഴിക്കാനൊക്കെ ഞാൻ എന്തൊരു എഫേർട്ടായിരുന്നു. എത്ര വർഷത്തെ എഫേർട്ടാണ്. അതെ നരയ്ക്കാൻ വിടുന്ന പാടേ മസിൽ പിടിച്ചപ്പോ തന്നെ നരച്ചു, താടി നരപ്പിച്ചാണ്. ഈ ഓൺ സ്ക്രീനിലാണോ ഓഫ് സ്ക്രീനിലാണെങ്കിലും ടൊവിനോ ബേസിൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ ഭയങ്കര റിലേറ്റബിൾ എന്ന് പറയുന്ന സാധനം എപ്പോഴും വർക്കാവുന്നുണ്ട്. എനിക്കൊന്ന് നിങ്ങളൊരു പടം ചെയ്യുമ്പോഴും ഒരു പ്ലാൻ ചെയ്യുമ്പോഴും അങ്ങനെ ഒരു
കോമൺ മാൻ, സാധാരണക്കാരൻ, ആ ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ആഞ്ജനേയദാസ്, ജെയ്സൺ ആണെങ്കിലും അതിൻ്റെ ആലോചനയിലും അങ്ങനെയുണ്ട്, കുഞ്ഞിരാമായണത്തിലും ഉണ്ട്. നിങ്ങളുടെ ഒരു കൊളാബറേഷൻ വരുമ്പോഴും അങ്ങനെ ഒരു കോമണർ അവരിലേക്ക് കണക്റ്റഡ് ആവണം എന്നുള്ള സാധനം എപ്പോഴും വർക്ക് ആവാറുണ്ടോ? അതല്ലേ ഭൂരിപക്ഷം. പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമാക്കാരായിട്ട് നല്ല സിനിമാക്കാരെന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടി അസാധാരണത്വമുള്ള സവിശേഷമായ ഒരു സെഗ്മെന്റ് എന്നുള്ള രീതിയിലല്ലേ ആളുകൾ കാണുന്നത് അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെയാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നത്. അതെ. അവിടെ പുതിയ ജനറേഷനിലെ ആൾക്കാരും എനിക്കറിയില്ല, പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ കുറേ ഭൂരിഭാഗം പേർക്ക് തന്നെ ചെറുപ്പം പോലെ അറിയണതും ഒക്കെയാണ്. അവിടെ അങ്ങനെ ഒരു സിനിമ കാണാൻ പരിവേഷമൊന്നും ഇല്ല. ആക്ടർ ടോവിനോ തോമസ് ആയിട്ടൊന്നും അവിടെ ജീവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ആ പണ്ടെങ്ങനെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെയല്ലേ വീട്ടുകാരോടും. എൻ്റെ കൂട്ടുകാരാണെങ്കിലും കസിൻസ് ആണെങ്കിലും അവരാരും അങ്ങനെ ഏറ്റവും അടുത്ത ആൾക്കാർ ഭൂരിഭാഗം പേരും സിനിമയിലുള്ള ആൾക്കാരല്ല. അപ്പോൾ ഞാൻ ഹാങ് ഔട്ട് ചെയ്യുന്നതും ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ നമ്മൾ സിനിമയുടെ ആൾക്കാർ ഒക്കെ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നതല്ലാണ്ട് ഞാൻ ഹാങ് ഔട്ട് ചെയ്യണതൊക്കെ പണ്ടുണ്ടായിരുന്ന അതേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അത് റിയാലിറ്റി ചെക്കും നമ്മൾ ഗ്രൗണ്ടഡ് ആക്കി നിർത്തുന്നതും ഒക്കെ അതായിരിക്കും. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഗ്രൗണ്ടഡ് ആയിരിക്കുക അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എപ്പോഴും. എനിക്ക് നമ്മൾ ബേസിനോട് നേരത്തെ മാറ്റണം. അങ്ങനെ ഇപ്പം നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ആക്സസിബിൾ ആവുന്നു, റിലേറ്റബിൾ ആവുന്നു. അതെനിക്കൊന്ന് ചിലപ്പോഴൊരു ഓൺ സ്ക്രീനിലൊരു ക്യാരക്ടറിനെ റൈറ്റ് ചെയ്യുമ്പോൾ പോലും ഇതൊരു ഫാക്ടർ പോലെ ആവുന്നുണ്ടെന്നോ അല്ലേ? അല്ല, ബേസിക്കലി നമ്മൾ ക്യാരക്ടേഴ്സിന് എഴുതുമ്പോൾ നമ്മളെ തന്നെയൊക്കെ അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു ഡയറക്ടറിൻ്റെ ഒരു സിഗ്നേച്ചർ എപ്പോഴും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് അതിൻ്റെ അകത്ത് നിന്ന് ലൈക്ക് അങ്ങനത്തെ സിനിമകളാണല്ലോ കൂടുതൽ നമുക്ക് കാണാനും ഇഷ്ടം. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതും ഏറ്റവും ഫേവറേറ്റ് സിനിമകൾ എന്നൊക്കെ പറയണത് അത് അങ്ങനത്തെ സിനിമകളൊക്കെ തന്നെയാണ്. റിലേറ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഇമോഷനിൽ നമ്മൾ റിലേറ്റബിൾ ആവുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ റിലേറ്റബിലിറ്റി എനിക്ക് ഇവനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പോൾ ഗോദയിലാണെങ്കിലും മിന്നൽ മുരളിയിലൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളെല്ലാം സ്മോൾ ടൗൺ ബോയ്സ് ആയതുകൊണ്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഒരേ സമയം അവർക്ക് ഇങ്ങനെയും ചിന്തിക്കാൻ പറ്റും ഇങ്ങനെയും ചിന്തിക്കാൻ പറ്റും, എന്നാൽ സ്റ്റിൽ സെൻസിബിൾ ആണ് എന്നൊക്കെ പറയണ പോലെ ലൈക്ക് ഫ്ലെക്സിബിൾ ആണ്. എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആൾക്കാരാണ്. പറയുന്ന ക്ലാരിറ്റി ഉണ്ട്, സിനിമയെക്കുറിച്ചും അറിയാം, അറ്റ് ദ സെയിം ടൈം സാധാരണക്കാരൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഈ കമൻറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ പോയിന്റിൽ പോലും നമ്മളും സിനിമയിൽ വരുന്നതിന് മുമ്പാണെങ്കിൽ പോലും ആരെങ്കിലും കൂട്ടുകാരനൊക്കെ കുറച്ച് കൊള്ളാവുന്ന ഫോട്ടോ ഒക്കെ ഇട്ട് നമ്മൾ പറഞ്ഞ് കമന്റ് ഇടുമല്ലോ. നമുക്ക് അതാണല്ലോ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ, എനിക്ക് ആദ്യം അങ്ങനെയാ വരിക. ഏറ്റവും അടുപ്പുള്ളവരാണല്ലോ ഏറ്റവും കൂടുതൽ കളിയാക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി ചാടയൊക്കെ അറിയാതെ നമ്മുടെ വായിന്ന് വന്നാൽ നമ്മുടെ കൂട്ടുകാർ അന്നത്തെ ദിവസം മൊത്തം നമ്മളെ കളിയാക്കി കൊല്ലും. ഓക്കെ, എന്നെ എന്നാള് എനിക്ക് അച്ചായൻ ട്രോമ അടിച്ചത് അങ്ങനെയല്ലേ. തൃശ്ശൂരൊന്നും അങ്ങനെ ഒരു വിളിയേ ഇല്ല. അച്ചായനൊന്നും തൃശ്ശൂർ ആരും വിളിക്കൊന്നുമില്ല. അപ്പൊ ഈ സിനിമയിൽ വന്നതിന് ശേഷം ഈ അച്ചായം വിളി വന്നപ്പോഴത്തേക്ക് ഗ്രൂപ്പിൽ തന്നെ കളിയാക്കും. ഓ അച്ചായം വന്നേ, പോടാ നീ എല്ലാ കാര്യങ്ങളിലും. നമ്മൾ നാളെ എന്തോരം വലുതായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്നെ 3 വയസ്സൊന്നുമല്ല അറിയുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ പറയണേ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയണേ. ബാക്കി കസിൻസും വീട്ടുകാരാണെങ്കിൽ ജനിച്ച മൂലം കാണണല്ലേ. ഇവർ നമുക്ക് നമ്മളുടെ എന്താണോ നമ്മളുടെ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും ഒക്കെ അവർക്കറിയാം. അവരതിനെ പറ്റിയൊക്കെ കൺസേൺഡാണ്, ബോധവാണ്, എല്ലാം. പക്ഷെ ഒരിക്കലും എന്നെ ഒരു അസാധാരണക്കാരനായിട്ട് അവർ ട്രീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഞാനും അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പം അതിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു നമ്മളെപ്പോഴും പ്രൊഡക്ഷൻ റിസ്ക് അവിടെ റെപ്യൂട്ടേഷൻ ഉണ്ട്. ഇപ്പം ബേസിൽ ഇതുവരെ പ്രസൻറ്റ് ചെയ്ത ഗുഡ് വിൽ ഇതെല്ലാം വെച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പം അനന്തുവും ആദ്യത്തെ കൊളാബറേഷൻ വരികയാണ് നിങ്ങൾക്കിടയിലുള്ളത്. ടോവി കോ പ്രൊഡ്യൂസറാണ്, സമീർ വരുന്നു. അങ്ങനെ ഒരു വലിയ കൊളാബറേറ്റ് ചെയ്തുമായിട്ട് തിയേറ്ററിൽ വരികയാണ്. തിയേറ്റർ കംപ്ലീറ്റ് ഷോ ബിസിനസ് ഫസ്റ്റ് ഡേ മുതൽ അതിൻ്റെ ആ ഗുഡ് വില്ലാണ് പിന്നെ തിരിച്ചു പിടിക്കേണ്ടത്. പ്രേക്ഷകരുടെ സ്വീകാര്യത എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി മാറിയൊരു പടമാണോ? എങ്ങനെയാണ് ഈ പറയുന്ന നിങ്ങളുടെ ഒരു മൾട്ടിപ്പിൾ കൊളാബറേഷൻ പ്രൊജക്റ്റ് കൂടിയായിട്ടാണല്ലോ വരുന്നത്? അങ്ങനെ അതൊരു സ്ട്രെസ്സായിട്ട് നമ്മൾ തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സ്ട്രെസ് അടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും സ്ട്രെസ് അടിക്കേണ്ടി വരും. അതിന് സ്ട്രെസ്സിനേക്കാളും ആ പ്രോസസ്സ് മാച്ചിൽ എൻജോയ് ചെയ്തിട്ട് സിനിമ നന്നായിട്ട് ഇറക്കുക എന്നുള്ളത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ എല്ലാ ഷൂട്ടും എല്ലാം ക്ലീൻ ആയിട്ട് എടുക്കുക. അത് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്താൽ ഇവൻച്വലി ഇതെല്ലാം സംഭവിക്കും. അതിലൊരു സംശയമില്ല. അതിപ്പോൾ അതിന് വേറെ ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല അതിൽ. നമ്മൾ പണിയെടുക്കേണ്ടത് വൃത്തിയായിട്ട് ചെയ്യുക, ബാക്കിയൊക്കെ അതിൻ്റെ പുറകെ സംഭവിച്ചോളും. അപ്പോൾ
അതിനൊക്കെ ഒന്ന് കൃത്യമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അസൈൻ ചെയ്ത ഒരു ടീം കറക്റ്റായിട്ട് ആ കൊളാബറേഷനൊക്കെ കൃത്യമായിട്ട് വരിക എന്ന് പറയുന്ന ഒരു സിനാരി ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അനന്തു വരുമ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസറാണ്, അങ്ങനെ ഒരു യങ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ അനന്തുവിന് കുറച്ചുകൂടെ ഈ സെൻസിബിലിറ്റി പെട്ടെന്ന് മനസ്സിലാവും. ഒരു കോളേജ് സിനിമ എന്നും കൂടെ ആകുമ്പോൾ അനന്തു ഇതുപോലെ സ്റ്റുഡൻസുമായിട്ട് എപ്പോഴും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും കൂടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേവ് ലെങ്ത്തും അതിൻ്റെ ഒരു ഡൈനാമിക്സും അനന്തുവിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അനന്തുവിനും ഇതിൽ നമ്മളെ ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. അപ്പോൾ അനന്തുവിന് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിലൊന്നും അനന്തു ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും ഇല്ല. നമ്മളെ വിശ്വസിച്ച് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡൈനാമിക്സ് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പ്രഷറൊന്നുമില്ല, ഒരു തരത്തിലുള്ള ഇല്ല. പിന്നെ സമീർക്ക വരുമ്പോൾ സമീർക്കയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ സമീർക്ക എന്ന് വെച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലെല്ലാം കട്ട് ചെയ്യുക, അവിടെ കട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം അതിരടി ഇങ്ങനെയൊക്കെ പോലെ ചോദിക്കും, ഇടിച്ച് കോഴിക്കോട്ടിലേക്ക് ഇടണോ, ഇടിച്ച് റോട്ടിലേക്ക് ഇട്ടാൽ പോലെ കോഴിക്കോട് ലാഭിക്കാലോ എന്നുള്ള അങ്ങനെയൊക്കെ. അതായത് എന്താ പറയുക, ഈ ശരിക്കും പറഞ്ഞാല് സിനിമയല്ല പലപ്പോഴും പരാജയപ്പെടുക, സിനിമയുടെ ബഡ്ജറ്റാണ് പരാജയപ്പെടുക മിക്കപ്പോഴും. ഓരോ സിനിമയ്ക്കും അതിന് അനുയോജ്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിൽ തീർത്ത് കഴിഞ്ഞാൽ സിനിമ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഡ്യൂസറോ ഡയറക്ടറോ, ഇപ്പോൾ ഡയറക്ടർ എപ്പോഴും അയാളുടെ സിനിമ ഒട്ടും കോംപ്രമൈസ് ചെയ്ത് നന്നായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുക. അയാൾ അത് ചോദിക്കും, ഇത് ചോദിക്കും, എല്ലാം ചോദിക്കും. ഇതെല്ലാം പ്രൊഡ്യൂസർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് പറ്റാത്തൊരു ബഡ്ജറ്റിലേക്ക് ഇത് പോകും. എന്നാൽ ചോദിക്കുന്ന ഒന്നും പ്രൊഡ്യൂസർ കൊടുക്കാതിരുന്നാലും സിനിമ കോംപ്രമൈസ്ഡ് ആവും. അപ്പോൾ ആവശ്യമുള്ളതെല്ലാം കൊടുക്കുകയും ആഡംബരത്തിന് പകരം മറ്റ് രീതികളിലൂടെ ഡയറക്ടർ അത് അച്ചീവ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് ഒരു കറക്റ്റ് പൈസയ്ക്ക് ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ പടവും കോംപ്രമൈസ്ഡ് അല്ലാതെ ഇത് ചെയ്യാൻ പറ്റുക. ഇതിനെന്താ വെച്ചാൽ ഈ പറഞ്ഞ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഇമാജിനേഷൻ കുറച്ച് അലൈൻഡ് ആവണം. ക്രിയേറ്റിവിറ്റി ഇത് പറയണ സമയത്ത് ഇപ്പോൾ ഓപ്ഷൻ എ ഇല്ലെങ്കിൽ ഓപ്ഷൻ ബി വെച്ച് ഞാൻ അത് സെയിം സാധനം അച്ചീവ് ചെയ്യാമെന്ന് ഡയറക്ടർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് അവിടെ കുറച്ച് പൈസ ലാഭിക്കാം. പക്ഷേ ഒരു സാധനം ഡയറക്ടർ പറയാണ് ഇതില്ലാതെ എന്തായാലും പറ്റില്ല, നമുക്ക് ഒരു രീതിയിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അത് കൊടുക്കണം. ചോദിക്കുന്ന എല്ലാം കൊടുക്കാനും പാടില്ല, ചോദിക്കുന്ന ഒന്നും കൊടുക്കാതിരിക്കാനും പാടില്ല. ഇവർ തമ്മിലൊരു ആ ഒരു ഡിസ്കഷനും ആ ഒരു കാര്യത്തിൽ ഒരു അലൈൻഡ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ബഡ്ജറ്റിൽ കറക്റ്റ് സിനിമ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഒരു എക്സിക്യൂഷനിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മിക്കപ്പോഴും അലൈൻഡ് എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടി. ഒരിക്കലും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഇത് പോകേണ്ട വരില്ല. ഇല്ലാത്തപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് ഇത്ര ആൾക്കാരെ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ മിക്കപ്പോഴും എന്താണെന്ന് വെച്ചാൽ കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ 500 പേരെ ചോദിച്ചാൽ 150 പേരെ തരിക, ബിക്കോസ് എന്നിട്ട് ഞാൻ കുറച്ചു. പക്ഷേ ഇത് അവിടെ ആ സീനിന് 500 പേര് വേണം എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അല്ലെങ്കിൽ അതിന് പകരം വേറെ എവിടെയെങ്കിലും നമ്മൾ ദൂരത്ത് ഒരു 150 പേരെ ചോദിച്ചു, അവിടെ എന്നിട്ട് 100 പേരെ തന്നുള്ളൂ, എന്നിട്ട് ആ 50 പേര് എന്നിട്ട് അത് അത്രയും പേരെ നമുക്ക് ക്ലൈമാക്സിലേക്ക് ഉപയോഗിക്കാം, അവിടെ കുറച്ചുകൂടെ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടെ സെൻസിബിൾ, കുറച്ചുകൂടെ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കുക മാത്രമല്ല എന്ന് പറയുന്ന പോലത്തെ. അപ്പോൾ അത് കുറച്ചുകൂടെ ഈ അലൈൻമെൻറ്റ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇങ്ങനത്തെ സിനാരിയോസിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിരടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ അതിരടി പോലത്തെ ഒരു ഐഡിയയ്ക്ക്, അതിരടി പോലത്തെ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബജറ്റും സ്കെയിലുമാണ് ഈ സിനിമ. ഇത് കൂടുതലും അല്ല, ഇത് കുറവുമല്ല, ഇതൊട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ട് നമ്മൾ ഇതിനെവിടെയും കോസ്റ്റ് എക്സ്പെൻസ് കൊടുത്തിട്ടുമില്ല. ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും ലൈക്ക് ഒരു സ്വീറ്റ് സ്പോട്ട് ബജറ്റ് എന്ന് പറയുന്നത് ഈ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബജറ്റാണ് ഈ സിനിമയ്ക്ക്. ഈ സിനിമയുടെ സ്കെയിൽ ഡിമാൻഡ് ചെയ്യുന്ന വിജയകരമായ പ്രൊഡക്ഷൻ അങ്ങനെ തന്നെയാണ് ഇതിനെ കൺസീവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള റിവാർഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഭയങ്കര കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരു ചീപ്പ് സിനിമയായിട്ട് മാറിയാണ്. ഒന്നുമില്ല, കോളേജ് ഫെസ്റ്റ് എന്നൊക്കെ പറയുന്നു, പക്ഷെ ആരും തട്ടിക്കൂട്ടെന്നുള്ള രീതിയിൽ വരും ആൾക്കാർ. അപ്പോൾ അതിന് അങ്ങനെ കാണുള്ളൂ. ആ ഒരു തിയേറ്ററിക്കൽ ഒരു സ്കെയിലോ എക്സ്പീരിയൻസോ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ നമ്മളത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ റിട്ടേണിലും അത് കോംപ്രമൈസ്ഡ് ആവും. അതിൽ നമ്മളതിപ്പോഴേ, പക്ഷേ ഇത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ റിവാർഡ് കിട്ടും. നമ്മൾ പൈസയ്ക്ക് വേണ്ടി അല്ല അത് ചെയ്യുന്നതൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ പൈസ കിട്ടുന്നതിലൊന്നും നമുക്കതിലൊരു സന്തോഷക്കുറവുമില്ല. തീർച്ചയായിട്ടും പൈസ വരുന്നത് ഓഫ് കോഴ്സ് സ്വാഭാവികമായിട്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പൈസയ്ക്ക് വേണ്ടി കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളാരും ബിസിനസ് മെൻ അല്ല, നമ്മളെല്ലാവരും ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ബിസിനസ് എന്ന് പറയുന്ന സിനാരിയോയിലാണ് മേ ബി അതിന് വേണ്ടി മാത്രം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ അത് അല്ലാതെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, വളരെ സെൻസിബിളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ബിസിനസ് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ല എന്നുള്ളത് ഒന്നുമില്ല. ഇതുകൊണ്ട് ഒരു മിക്സ് ഓഫ് എവറിത്തിങ് ആണ്. പക്ഷേ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് വന്ന ആൾക്കാരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലൈൻമെൻറ്റ് വളരെ വൃത്തിയായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കൊളാബറേഷൻസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പം ബേസിൽ എന്ന് പറയുന്ന ഡയറക്ടറിന് മലയാളത്തിന് മിസ്സായി, നിങ്ങൾ ഒരു പടം കൂടി ചെയ്യുമ്പോൾ ഒരു ഹാട്രിക് കൂടി എക്സ്പെക്ട് ചെയ്യുന്നൊരു ആളുകളുണ്ട്. ആഞ്ജനേയ ദാസ് ടു ജെയ്സൺ ടു നെക്സ്റ്റ് ഡയറക്ടോറിയൽ കൊളാബറേഷൻ എന്നുള്ളത്. അങ്ങനെ
കുറച്ചൊക്കെ പുറത്തൊക്കെ പോയി ഒന്ന് വലുതായിട്ടൊക്കെ വരട്ടെ, ഒന്ന് പഠിച്ചു വരട്ടെ എന്നുള്ളത്. പഠിച്ചിട്ടൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. ബേസിൽ പറയൂ. അതെ, നിന്റെ ഇപ്പോഴത്തെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ വലുതാവണല്ലോ. നീ ഒരു 2028 പകുതിയോടുകൂടി ഒരു ആക്ഷൻ ഈ prediction Illuminati. നമുക്കൊരു പ്രഡിക്ഷൻ പോലെ പഠിക്കാം. അന്ന് ഐസിയുവിന് പറഞ്ഞ പോലെ 2028 വേണോ? 29 30. 30. ഓക്കെ, അതുവരെ ഞാൻ വീണ്ടും ഇവിടെ നിക്കണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കറിയില്ല അളിയാ, ഞാൻ ഇറങ്ങി തിരിക്കുകയാണ് അങ്ങോട്ട്. ഇതൊക്കെ എപ്പ തീർന്നിട്ട് എപ്പ വരാതെ എനിക്ക് ഒരു പിടുത്തമില്ല. സമയം എടുത്തോ. അപ്പൊ എന്തായാലും അതിരടി അടിപൊളിയാവട്ടെ. താങ്ക് യു. താങ്ക് യു.